ഉണ്ണീസ് വിജയപാത അവതരിപ്പിക്കുന്നു ദേശാഭിമാനി അക്ഷരമുറ്റം ക്വിസ് HS വിഭാഗത്തിൽ ഈ വർഷം മത്സരിക്കുന്നതിന് തയ്യാറെടുക്കുന്നവർക്ക് സഹായകമായ രീതിയിൽ മുൻ വർഷത്തെ ചോദ്യാവലി പരിചയപ്പെടുത്തുന്ന ഈ ഒരു വീഡിയോ ഇത് നിങ്ങൾക്ക് മാത്രമായുള്ളതാണ്. തീർച്ചയായും ഈ ചോദ്യാവലി പരിചയപ്പെടുന്നതിലൂടെ ഈ വർഷം ആത്മവിശ്വാസത്തോടു കൂടി മത്സരത്തിൽ പങ്കെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെന്ന് ഉറപ്പാണ്. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ. എല്ലാവർക്കും വിജയം ആശംസിക്കുകയാണ്. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. സ്കൂൾ തല മത്സരത്തിനുള്ള ചോദ്യങ്ങൾ ആണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. സെക്കൻഡറി വിഭാഗം, അതായത് ഹൈസ്കൂൾ വിഭാഗം. ക്വിസ് മാസ്റ്റർക്കുള്ള നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പരീക്ഷ എഴുതുന്നവർക്കും സഹായകമാണ്. സ്കൂൾ തല ക്വിസ് മത്സരത്തിനുള്ള ചോദ്യങ്ങളാണ്. ഇതോടൊപ്പം ഉത്തരങ്ങൾ ബ്രാക്കറ്റിൽ ചേർത്തിട്ടുണ്ട്. 20 ചോദ്യങ്ങളാണ് മത്സരത്തിന് ഉപയോഗിക്കേണ്ടത്. ടൈ വരികയാണെങ്കിൽ 1-2 സ്ഥാനങ്ങളിലേക്ക് ഒന്നിൽ കൂടുതൽ പേർ വരികയാണെങ്കിൽ ഉപയോഗിക്കാനുള്ളതാണ് അവസാനത്തെ 5 ചോദ്യങ്ങൾ. 1-2 സ്ഥാനക്കാർക്ക് സമ്മാന പുസ്തകവും സർട്ടിഫിക്കറ്റും ഉണ്ട്. അവ ഉപജില്ലാ മത്സര കേന്ദ്രത്തിൽ നൽകും. 1-2 സ്ഥാനക്കാരാണ് ഉപജില്ലാ മത്സരത്തിൽ പങ്കെടുക്കേണ്ടത്. സ്കൂൾ തലത്തിൽ 1-2 സ്ഥാനക്കാർക്ക് ഉപജില്ലാതല മത്സരത്തിൽ പങ്കെടുക്കാം. അതിന് പറ്റിയ രീതിയിൽ ടൈ ബ്രേക്ക് ചെയ്യണം. സ്കൂളിന്റെ സാധ്യതയ്ക്കനുസരിച്ച് ചോദ്യങ്ങൾ ചോദിക്കുകയോ എഴുതിക്കുകയോ ചെയ്യാം. 1-2 സ്ഥാനം നേടിയ വിദ്യാർത്ഥികളുടെ പേര് വിവരം പ്രധാനാധ്യാപകൻ സാക്ഷ്യപ്പെടുത്തി കുട്ടികളെ ഏൽപ്പിക്കണം. ഉപജില്ലാ മത്സര കേന്ദ്രത്തിലെ രജിസ്ട്രേഷന് അത് ആവശ്യമാണ്. ഉപജില്ലയിലും ജില്ലയിലും സംസ്ഥാന തലത്തിലും വ്യക്തിഗതമായാണ് ക്വിസ് മത്സരം. ഓർമ്മിക്കുക, പ്രത്യേകം എല്ലായിടത്തും വ്യക്തിഗതമായാണ് മത്സരം, ടീം അടിസ്ഥാനത്തിലല്ല. ഇനി നമുക്ക് ചോദ്യങ്ങൾ എങ്ങനെയാണ് എന്ന് നോക്കാം. ഒന്നാമത്തെ ചോദ്യം: തിരുവനന്തപുരം വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തെത്തിയ ആദ്യ കണ്ടെയ്നർ മദർഷിപ്പ്. ഉത്തരം സാൻ ഫെർണാണ്ടോ. സാൻ ഫെർണാണ്ടോ. ചോദ്യം 2: 2024 കോപ്പ അമേരിക്ക ഫുട്ബോൾ ജേതാക്കൾ ഏത് രാജ്യമാണ്? ഉത്തരം അർജന്റീന. അർജന്റീനയാണ്. ചോദ്യം 3: 3-ാം തവണയും ബഹിരാകാശ യാത്ര നടത്തിയ ഇന്ത്യൻ വംശജയായ വനിത. ഉത്തരം സുനിത വില്യംസ്. സുനിത വില്യംസ്. ചോദ്യം 4: 6 മുതൽ 14 വരെ പ്രായമുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം എന്ന മൗലികാവകാശത്തെ കുറിച്ച് പരാമർശിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ്? 21A. ചോദ്യം 5: 18-ാം ലോക്സഭയിൽ എത്ര വനിതാ അംഗങ്ങളാണ് ഉള്ളത്? 70, 74, 78, 82. ഉത്തരം 74. ചോദ്യം 6: കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ പിന്നാക്ക ക്ഷേമ മന്ത്രി. ഉത്തരം OR കേളു. ചോദ്യം 7: 2024 ഏറ്റവും മികച്ച സിനിമയ്ക്കുള്ള 96ാമത് ഓസ്കർ നേടിയത്, ഓസ്കർ അവാർഡ് നേടിയ ചിത്രം. ഉത്തരം ഓപ്പൺഹൈമർ. ചോദ്യം 8: ഒറ്റയാനെ കണ്ടെത്തുക. സൈലന്റ് വാലി, ഇരവികുളം, തട്ടേക്കാട്, മതികെട്ടാൻ ചോല. ഇക്കൂട്ടത്തിൽ പെടാത്തത് ഏതാണ് എന്നാണ് ചോദ്യം. ഉത്തരം തട്ടേക്കാട്. ബാക്കിയെല്ലാം നാഷണൽ പാർക്കുകളാണ്. തട്ടേക്കാട് പക്ഷി സങ്കേതമാണ്. ചോദ്യം 9: ലേബർ പാർട്ടി നേതാവ് കെയർ സ്റ്റാമർ ഏത് രാജ്യത്തെ പ്രധാനമന്ത്രിയായാണ് ചുമതലയേറ്റത്? ഉത്തരം ബ്രിട്ടൻ. ചോദ്യം 10: ഒരു സംഖ്യയുടെ 75% 75 കൂട്ടിയപ്പോൾ അതേ സംഖ്യ കിട്ടിയെങ്കിൽ സംഖ്യ ഏത്? 300, 400, 500, 600. ഉത്തരം 300. ചോദ്യം 11: താഴെ തന്നിരിക്കുന്നവയിൽ വീടിന്റെ പര്യായം അല്ലാത്തത് ഏത്? ഗേഹം, സദനം, ആലയം, നളിനം. ഉത്തരം നളിനം. അക്ഷരമുറ്റം ക്വിസ് വീഡിയോകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ചോദ്യം 12: വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ നൽകുന്നതിനുള്ള ഫീസ്. ഉത്തരം 10 രൂപ. ചോദ്യം 13: 18-ാം ലോക്സഭയുടെ സ്പീക്കർ ആരാണ്? ഉത്തരം ഓം ബിർള. ഓം ബിർളയാണ് 18-ാം ലോക്സഭയുടെ സ്പീക്കർ. ചോദ്യം 14: താഴെ തന്നിരിക്കുന്നവയിൽ കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിൻ അല്ലാത്തത് ഏത്? തന്നിരിക്കുന്നത് ACDE. ഉത്തരം സി.
ചോദ്യം 15. 77ാമത് കാൻ ഫിലിം ഫെസ്റ്റിവലിൽ ഓൾ വി ഇമാജിനേഴ്സ് ലൈറ്റ് എന്ന ചിത്രത്തിന് മേളയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ പുരസ്കാരമായ ഗ്രാൻഡ് പ്രീ അവാർഡ് ലഭിച്ചു. ആരാണ് ആ ചലച്ചിത്രത്തിന്റെ സംവിധായിക? ഉത്തരം പായൽ കപാഡിയ. ചോദ്യം 16. കോലൻ, ഞൊടിയൽ, മെല്ലിഫെറ എന്നിവ ഏത് ജീവിയുടെ ഇനങ്ങളാണ്? ഉത്തരം തേനീച്ച. ചോദ്യം 17. റെഡ് ഡാറ്റ ബുക്ക് പുറത്തിറക്കുന്ന സംഘടന ഏതാണ്? ഉത്തരം IUCN, ദ ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ. ചോദ്യം 18. ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അറിയാനുള്ള ടോൾ ഫ്രീ നമ്പർ ഏതാണ്? 1947, 1950, 1960, 2024. ഉത്തരം 1950, 1950. ഇന്ത്യയിൽ പോക്സോ നിയമം നിലവിൽ വന്ന വർഷം? 2010, 2011, 2012, 2013. ഉത്തരം 2012. ചോദ്യം 20. ആരുടെ വരികൾ? ഇതിനൊക്കെ പ്രതികാരം ചെയ്യാതടങ്ങുമോ പതിതരെ നിങ്ങൾ തൻ പിന്മുറക്കാർ. ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ വാഴക്കുല എന്ന കൃതിയിലെ വരികളാണിത്. മത്സരത്തിൽ ടൈ വരികയാണ് എങ്കിൽ ഉപയോഗിക്കാനുള്ള 5 ചോദ്യങ്ങളാണ് ഇനി. ചോദ്യങ്ങൾ നോക്കാം. ശൂന്യമായ എന്ന് അർത്ഥം വരുന്ന വാക്വം എന്ന ഇംഗ്ലീഷ് വാക്കിന്റെ സ്പെല്ലിംഗ്? ഉത്തരം VACUUM. ചോദ്യം 2. ലോക കാറ്റ് ദിനം? ജൂൺ 15. ജൂൺ 15 ആണ് ലോക കാറ്റ് ദിനം. ചോദ്യം 3. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്? രാജ റാം മോഹൻ റോയ്. ചോദ്യം 4. രാജ്യസഭ അംഗങ്ങളുടെ കാലാവധി എത്ര വർഷമാണ്? ഉത്തരം 6 വർഷം. ചോദ്യം 5. 1 മുതൽ 50 വരെയുള്ള ഇരട്ട സംഖ്യകളുടെ തുക എത്ര? ഉത്തരം 650. അപ്പോൾ ഈ ചോദ്യാവലി ഇവിടെ പൂർണ്ണമാവുകയാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.